അല്ല, താങ്കളുടെയൊക്കെ പ്രവർത്തന പന്ഥാവായിരുന്ന സ്ഥലമാണ് തലസ്ഥാനം. ആ തലസ്ഥാനത്ത് BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണം പിടിച്ചില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? അല്ല, അത് ഒരു ചെറിയ കാര്യമല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടെടുത്താണ് അവർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പാർട്ടി ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിജീവികളെല്ലാം അടങ്ങുന്ന ഈ നഗരം വ്യത്യസ്തമായ ഒരു നഗരമാണ്. ആ നഗരസഭയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി യഥാർത്ഥത്തിൽ ഞാനും പ്രതീക്ഷിച്ചില്ല. ഇല്ല, അപ്രതീക്ഷിതമായി വന്ന ഒരു ജനങ്ങളുടെ വിധിയെഴുത്താണ്. അതിനാരെങ്കിലും ഇത് നേരത്തെ ഏതെങ്കിലും പാർട്ടിക്ക് അറിയാമെന്നോ എനിക്കറിയില്ല. എങ്കിൽ പിന്നെ പാർട്ടിക്കാരും മിണ്ടുന്നില്ല. അതിൽ നിന്ന് പാർട്ടിക്കാരെന്തെങ്കിലും പാഠം പഠിച്ചോ? പ്രത്യേകിച്ചും CPM-ഉം CPI-യും. CPM ആണ് അതിനകത്തൊരു പ്രമുഖമായ കക്ഷി. കാരണം ഈ മേയർമാരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ മേയർമാർ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് CPM-നാണ്. ഞങ്ങൾക്കാകെ ഒരു തവണയാണ് ഒരു മേയർ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത്, എൻ്റെ ഓർമ്മയിൽ, നന്ദകോട് കരുണാകരൻ. പിന്നെ മേയറൊന്നുമില്ല. പിന്നെ കുറച്ച് കൗൺസിലർമാർ ജയിക്കാതെ. ഇത്തവണ അതും ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അല്ല, BJPയുടെ വളർച്ച എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കേരളത്തിൽ അവർക്ക് തൃശ്ശൂരിൽ MP ഉണ്ട്, ഇപ്പോൾ BJPയുടെ വളർച്ച തൃപ്പൂണിത്തറയിലുണ്ട്. അതെ, BJPയുടെ വളർച്ച ഒരു കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു ഭീഷണിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇല്ല, മുമ്പൊന്നും ഇല്ലാത്ത വിധം ഈ പാർട്ടികളിൽ നിന്നൊക്കെ അതിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതൊക്കെ കുറച്ച് ആളിൽ എല്ലാ പാർട്ടിയിലും ഇപ്പോൾ ആർക്കും ഏത് പാർട്ടിയിലും പോകാനില്ല. പാർട്ടിയിൽ പോകണമല്ലോ, കാര്യമൊന്നുമില്ല.